ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് ഒരു ഉഴുന്നുവടയാണ്. ഇത് ഞാൻ ഹോട്ടൽ സ്റ്റൈലിലാണ് ചെയ്യുന്നത്. ഇതിൻ്റെ പുറം നല്ല ക്രിസ്പിയും എന്നാൽ അകം നല്ല സോഫ്റ്റും ആയിരിക്കും. ഞാൻ മിക്സിയിൽ അരച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും അതിനടുത്ത് കാണുന്ന ബെല്ലേക്കും ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഉഴുന്നുവട ഉണ്ടാക്കാൻ തുടങ്ങാം. ഉഴുന്നുവടക്ക് ആവശ്യമായ ഉഴുന്നുപരിപ്പ് ഞാനിവിടെ ഒരു പാത്രത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ എടുത്തിരിക്കുന്നത് 1.5 കപ്പ് ഉഴുന്നുപരിപ്പാണ്. ഈ പരിപ്പിലേക്ക് വെള്ളമൊഴിച്ച് 2-3 പ്രാവശ്യം നന്നായിട്ട് കഴുകിയെടുക്കണം. ഉഴുന്നുപരിപ്പ് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇത് മുങ്ങാൻ ഭാഗത്തിന് വെള്ളമൊഴിച്ച് ഒരു 4-5 മണിക്കൂർ കുതിരാനായിട്ട് നമുക്ക് മൂടി മാറ്റി വെക്കാം. ഉഴുന്നുപരിപ്പ് കുതിരാൻ വെച്ചിട്ട് ഒരു 5-6 മണിക്കൂറെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിത് മിക്സിയിൽ അരക്കുന്നത് കാരണം മിക്സിയിൽ അരക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ചൂട് പിടിക്കാതിരിക്കാനായിട്ട് നമുക്ക് ഈ ഉഴുന്നുപരിപ്പ് കുറച്ച് സമയം വേണമെങ്കിൽ ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാം. ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഉഴുന്നരച്ചെടുക്കുമ്പോഴത്തേക്കും അത് പെട്ടെന്ന് ചൂടായി വെന്തൊന്നും പോകൂല. ഞാനിവിടെ ഉഴുന്നുപരിപ്പ് കുതിർന്നതിന് ശേഷം 1 മണിക്കൂർ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചതാണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ തണുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അടിക്കുമ്പോഴത്തേക്കും മിക്സി പെട്ടെന്ന് ചൂടാവൂല. അപ്പൊ ഉഴുന്ന് നല്ല പാകത്തിന് അരച്ചെടുക്കാനും നമുക്ക് പറ്റും. അതുപോലെ തന്നെ ഉഴുന്നുപരിപ്പ് അരക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം ഉഴുന്നരക്കാനായിട്ട്. ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം മാത്രം ഉപയോഗിച്ചാൽ മതി. ചെറിയ ജാറിലിട്ടിട്ട് കുറച്ചിട്ട് നമുക്ക് അരച്ചെടുക്കാം. കുറച്ച് ഐസ് വാട്ടർ വെച്ചിട്ട് നമ്മൾ അരച്ചെടുത്താൽ മതി. അപ്പം മിക്സി പെട്ടെന്ന് ചൂടാവൂല. ഇനി നമുക്ക് മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് കുറേശ്ശെയായിട്ട് ഉഴുന്നുപരിപ്പ് ഇട്ടിട്ട് നമുക്ക് അരച്ചെടുക്കണം. ചെറിയ ജാറാകുമ്പോഴത്തേക്ക് നമുക്ക് കുറേശ്ശെയായിട്ട് പെട്ടെന്ന് എടുത്ത് അരച്ചെടുക്കാൻ പറ്റും. അധികം വെള്ളവും ആവശ്യം വരികയില്ല. ഇപ്പൊ കൂടുതൽ ഉഴുന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മിക്സിയുടെ വലിയ ജാറിലിട്ട് അടിച്ചെടുക്കാം. പക്ഷെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കുറേശ്ശെ വെള്ളം ഒഴിച്ച് വേണം നമ്മൾ അരച്ചെടുക്കാനായിട്ട്. ഞാൻ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചേർക്കുന്നുണ്ട്. ഇഞ്ചി ഇങ്ങനെ അരച്ച് ചേർക്കുമ്പോഴത്തേക്ക് ഉഴുന്നുവടക്ക് നല്ല ടേസ്റ്റ് കിട്ടും. വേണമെങ്കിൽ നമുക്ക് അരിഞ്ഞ് ചേർത്താലും മതി. ആദ്യം ഉഴുന്നുപരിപ്പിലൊട്ടും വെള്ളം ചേർക്കാതെ നമുക്കൊന്ന് അടിച്ചെടുക്കാം. അതിനുശേഷം 2-3 ടീസ്പൂൺ വെള്ളം ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് അരച്ചെടുത്താൽ മതി. ഇപ്പോൾ ഉഴുന്നുപരിപ്പ് ഈ കാണുന്ന പോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ബാക്കിയുള്ള ഉഴുന്ന് നമുക്ക് ഇതുപോലെ തന്നെ അരച്ചെടുക്കാം. ഇപ്പോൾ ഉഴുന്ന് ഈ കാണുന്ന പോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ ചേർക്കാനുണ്ട്. ഇതിലേക്ക് കുറച്ച് സോഡാപ്പൊടി ചേർത്ത് കൊടുക്കണം. സോഡാപ്പൊടി ഞാനിവിടെ ചേർത്തിരിക്കുന്നത് ഒരു 1/4 ടീസ്പൂണും കൂടെ 2 നുള്ളു സോഡാപ്പൊടിയും കൂടി കൂടുതൽ ചേർത്തിട്ടുണ്ട്. ഇനി വേണ്ടത് അരിപ്പൊടിയാണ്. അരിപ്പൊടി ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അരിപ്പൊടി ചേർക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഇന്നിവിടെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. ഇത് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പുപൊടി കൂടി ചേർത്ത് കൊടുക്കണം. അതിനുശേഷം വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി നല്ല ഫൈൻ ആയിട്ടുള്ള കുരുമുളക് പൊടി വേണ്ട, നമ്മളൊന്ന് ചതച്ചെടുത്ത കുരുമുളക് പൊടിയാണ് വേണ്ടത്. അതിനുശേഷം വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ചേർത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഇപ്പോൾ വട ഉണ്ടാക്കാനുള്ള മാവ് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മൂടിയിട്ട് ഒരു 10 മിനിറ്റ് മാറ്റി വെക്കണം. 10 മിനിറ്റിന് ശേഷം ഇതിലേക്ക് ഒരു ചെറിയ സവാള പൊടിയായിട്ട് അരിഞ്ഞത്, 1 ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില അരിഞ്ഞത്, 3-4 പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ വട ഉണ്ടാക്കാനുള്ള മാവെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഉഴുന്നുവട ഉണ്ടാക്കാൻ തുടങ്ങാം. ഈ ഉഴുന്നുവട എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ആദ്യം നമ്മുടെ കയ്യിൽ കുറച്ച് വെള്ളം നന്നായിട്ട് മുക്കിയെടുക്കുക. വെള്ളം അല്ലെങ്കിൽ എണ്ണയാണെങ്കിലും മതി. അതിനുശേഷം കുറച്ച് മാവ് ഇതുപോലെ കയ്യിലേക്ക് എടുക്കുക. അതിങ്ങനെ കയ്യിലൊന്ന് വെച്ച് നന്നായിട്ട് ഉരുട്ടി ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. സൈഡൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്തതിന് ശേഷം അതിന്റെ നടുവിലേക്ക് ഒരു ഹോൾ ഇട്ട് കൊടുക്കുക. അപ്പൊ നമ്മുടെ ഉഴുന്നുവട ഇതുപോലെയാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഇപ്പൊ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ ഇതേപോലെ ഷേപ്പ് ഒന്നും ചിലപ്പോൾ കിട്ടൂല. 2-3 ചെയ്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ശരിയായി കിട്ടും. ഉഴുന്നുവട ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാനിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ബാറ്ററിൽ നിന്ന് ഒരു നുള്ളി ഇട്ട് കൊടുക്കാം. ഇപ്പൊ ബാറ്ററി നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇപ്പൊ നന്നായിട്ട് എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഇത് മാറ്റിക്കളയാം.
ഇനി ഞാൻ നേരത്തെ കാണിച്ചു തന്ന പോലെ കൈവെള്ളത്തിൽ മുക്കിയതിന് ശേഷം കുറച്ച് മാവ് എടുത്ത് കയ്യിൽ വെച്ച് ഉരുട്ടി ഇതുപോലെ നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. വട ഇട്ടതിന് ശേഷം സ്റ്റവ് ഒരു ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം കുക്ക് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ വടയുടെ പുറമൊക്കെ പെട്ടെന്ന് കരിഞ്ഞു ആകും, ശരിക്കും കുക്കായും കിട്ടില്ല. 3-4 വട വെച്ച് നമുക്കൊരു സമയത്ത് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ ഒരു സൈഡ് മൂത്ത് പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ചിടാം. ഇപ്പോൾ വടയുടെ 2 സൈഡ് മൂത്ത് നല്ല ക്രിസ്പിയും ബ്രൗൺ കളറൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. ബാക്കിയുള്ള മാവ് കൊണ്ട് നമുക്ക് ഇതുപോലെ തന്നെ വട ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ വളരെ ക്രിസ്പിയും വളരെ ടേസ്റ്റിയുമായി നമ്മുടെ ഉഴുന്നുവട റെഡി ആയി കഴിഞ്ഞ് ഇത് നമുക്ക് ചൂടോടെ സാമ്പാർ, തേങ്ങാ ചട്നി ഇവരുടെ കൂട്ടി കഴിക്കാവുന്നതാണ്. ഞാനിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് തേങ്ങാ ചട്നിയാണ്. നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. വടയുടെ പുറമൊക്കെ നല്ല ക്രിസ്പിയാണ്, അകമാണെങ്കിൽ നല്ല സോഫ്റ്റുമാണ്. ടേസ്റ്റ് ചെയ്ത് നോക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു വടയാണ്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊരു 4 മണി പലഹാരമോ ഒരു പാർട്ടിക്കോ അല്ലെങ്കിൽ ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയൊരു നല്ല റെസിപ്പിയാണ്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമന്റും നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും ഇതുപോലുള്ള നല്ല റെസിപ്പിയുമായി നമുക്ക് കാണാം. താങ്ക് യു.